ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബേക്ക്ഡ് എഗ് ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് കോണും പിന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും. ഇതെല്ലാം കൂടെ എടുത്ത് നല്ല കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം ഒരു 6 എഗ്ഗ് എടുക്കുക. ഇത് 2 പേർക്കുള്ളതുകൊണ്ടാണ് 6 എഗ്ഗ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ഫുൾ എഗ്ഗും ബാക്കി എഗ് വൈറ്റ്സും എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്പൈസസ് വേണേലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഗാർലിക് ഗ്രാനുവൽസ്, സ്മോക്ഡ് പെപ്പറിക്ക, ഒരഗാനോ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പെപ്പറും ഇതെല്ലാം കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൻ്റെ അകത്ത് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടി കയറ്റി വെച്ച് ആവി കയറ്റി എടുത്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തേക്കുന്ന എഗ്ഗ് എടുത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം എഗ്ഗ് എല്ലാ വശത്തേക്കും എത്തണമല്ലോ. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് മല്ലിയില എടുത്ത് അതിന് മുകളിലിട്ട് കൊടുത്തു. ഇനി നമുക്കിതിന് എയർ ഫ്രയറിൽ കിട്ടാം 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മോൾ ഭാഗം മാത്രമേ വേഗത്തുള്ളൂ. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ മാത്രം ചീസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ബേക്ക്ഡ് എഗ് കിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാട്ടോ. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്.